ഇന്ന് നമുക്കേ ഈ ഡ്രസ്സ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതായത് രണ്ട് സൈഡിലും വീനക്ക് വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ക്രീം കളർ ഷെയ്ഡിലുള്ള യാണാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ക്രീം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് 100% പ്രീമിയം അക്രിലിക് യാണാണ്. DK വെയ്റ്റിൻ്റെ ഒരു യാണാണ്. അതായത് ഒരു മീഡിയം വെയ്റ്റിൻ്റെ യാൺ, ഒരു 100 ഗ്രാമിൻ്റെ ഒരു ബോളാണ്. ഞാൻ ഇതുപോലത്തെ ഒരു 3 എണ്ണമാണ് ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. പക്ഷേ മൂന്നാമത്തെ ബോളിൽ അത്യാവശ്യം നല്ലോണം ബാലൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഓരോന്നിൻ്റെയും പ്രൈസ്, ഒരെണ്ണത്തിൻ്റെ പ്രൈസ് എനിക്ക് 280 pounds ആണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്നാൾ പഠിച്ച് ലിറ്റിൽ ഫാൻ സ്റ്റിച്ച്, അതായത് ഞാനതിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം, അത് വെച്ചിട്ടാണ് ഞാൻ ഈ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ 2 പാനലാണ് ഞാൻ ഉണ്ടാക്കിയത്. അതായത് എൻ്റെ ബോഡി ലെങ്ത്തിന് വേണ്ട, എൻ്റെ ടോപ്പിന് വേണ്ട എത്രത്തോളം നീളമാണോ അതിൻ്റെ ഡബിൾ ലെങ്ത്തിലാണ് ഞാൻ 2 പാനൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ കണക്കൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം. അതിനുശേഷം ഞാൻ ചെയ്തത് 2 പാനൽ നമുക്ക് യോജിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം ഞാനിവിടെ മെഷർ ചെയ്തത് എൻ്റെ നെക്കിന് എത്രത്തോളം നീളം വേണമെന്നുള്ളത്, അപ്പോൾ അതായത് എവിടെയാണ് എനിക്ക് ക്ലോസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ മെഷർ ചെയ്തതിന് ശേഷം ഞാനൊരു സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് അത് മാർക്ക് ചെയ്തു. അപ്പോൾ പിന്നെ അത് മാറിപ്പോണ്ടിരിക്കാൻ ഇത് 2 സൈഡിലും ഞാൻ ചെയ്തു. മറ്റേ സൈഡ് ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തു. ആ സെയിം ലെങ്ത്തിലും അളവിലും ബാക്കിലെ സൈഡും കൂടെ ഞാൻ 2 പാനൽ യോജിപ്പിക്കുകയാണ്. അപ്പോൾ എനിക്ക് കഴുത്ത് വന്നിട്ട് 2 സൈഡും V ആയിട്ടാണ് വരിക. വൺസ് നമ്മൾ കഴുത്തിൻ്റെ പോർഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെയിം പോലെ തന്നെ നമ്മുടെ കൈക്ക് എത്രത്തോളം ഗ്യാപ്പാണോ വേണ്ടത് അത് വിട്ടിട്ട് നമ്മൾ അപ്പുറത്തെ 2 സൈഡും നമ്മുടെ ബോഡിയുടെ 2 സൈഡും ഇതുപോലെ തന്നെ തുന്നി യോജിപ്പിക്കുക. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തയ്യലോ അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റിച്ചിങ്ങോ കറക്റ്റായിട്ട് അറിയാവുന്ന ഒരാളല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഐഡിയയിൽ ഞാനത് വളരെ സിമ്പിളാക്കി ചെയ്തതാണ്. അപ്പോൾ നിങ്ങളുടെ ഐഡിയയിൽ ഇതിനെ ക്രിയേറ്റീവ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് സ്റ്റിച്ചിങ് അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇടാൻ കംഫർട്ടബിൾ കോട്ടൺ ഡ്രസ്സുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോട്ടൺ യാൺ മേടിക്കുക. ഞാൻ അക്രിലിക് മേടിക്കണമെന്നില്ല. രണ്ടും ബിഗിനർക്ക് ഉപയോഗിക്കാൻ എളുപ്പമുള്ള യാണുകളാണ്. ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ഇറക്കി വീനക്ക് എടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഇട്ട് നോക്കിയിട്ട് നമ്മുടെ കഴുത്ത് കയറാൻ പറ്റുന്ന രീതിയിലൊക്കെ ആയിട്ട്, അതായത് എത്തോരം വേണമെങ്കിലും നമുക്ക് കയറ്റി പിന്നെയും തുന്നാം. നമുക്ക് അഴിച്ചെടുക്കാനാണ് പാട്. അതുകൊണ്ട് ഫസ്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ഇറക്കി വീനക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പിന്നീട് നിങ്ങൾ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കയറ്റി പിന്നെയും തുന്നിയാൽ മതി. ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഞാനിത് അതായത് ഡ്രസ്സ് തുന്നി എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ല. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ഉണ്ടാക്കിയൊരു ടോപ്പാണ് കേട്ടോ അത്. ഇത്രയും സിമ്പിളായിട്ട് ഒരു 4 മണിക്കൂറൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു ടോപ്പ് ഉണ്ടാക്കാം കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ലിറ്റിൽ ഫാൻ സ്റ്റിച്ച് തന്നെ ഉപയോഗിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഏത് സ്റ്റിച്ച് വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് ഈ ഒരു പാറ്റേണിൽ ടോപ്പ് ഉണ്ടാക്കിയെടുക്കാം. 2 സൈഡിലും V ആണ് വരുന്നത്. ചെറിയൊരു കൈ സ്ലീവ് വരും. നിങ്ങൾക്ക് സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് അതിലേക്ക് വെക്കാം. അപ്പോൾ ഈ ഒരു ടോപ്പ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ സൈസ് അനുസരിച്ച് മെഷർ ചെയ്തിട്ട് അതിനെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയൂ.